ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ഒരു സങ്കടമായിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ 4 മാസം കൂടി വീണ്ടും ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം ഇത്ര നാൾ മോൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് വളരെ ഒരു സങ്കടമുണ്ട്. എന്നാലും വേറെ ഓപ്ഷനൊന്നുമില്ല, പോയേ തീരൂ. ഇപ്പോൾ രാവിലെ ഇതൊരു സമയം 5:45 കേട്ടോ. നല്ല വെളിച്ചമുണ്ട് പുറത്ത്. അപ്പോൾ മോൻ നന്നായിട്ട് ഉറങ്ങുവാണ്. ഞാനൊന്ന് ഫ്രഷൊക്കെ ഒന്നായി ഇനി ഒന്ന് പതുക്കെ ഒന്ന് റെഡി ആവണം. പിന്നെ ഞങ്ങളുടെ കിച്ചൺ താഴെയാണ്. അപ്പോൾ അവനുള്ള ഫുഡൊന്ന് ആക്കണം. കുറേ നാൾ കൂടി അതും ഇത്രയും നാളും എപ്പോഴേലും എണീറ്റ് ഇതാക്കുമായിരുന്നു. നല്ല വെളിച്ചം വന്നു കേട്ടോ. ഇപ്പോഴത്തെ സമയം 6 മണിയായി. 7 മണിയാകുമ്പോഴത്തേക്കും വീട് വിടണം. അതുകൊണ്ട് ഞങ്ങൾ 5:45 ആയപ്പോൾ എണീറ്റ് ഫ്രഷായി. ഇതിപ്പോൾ ഈ മോസ്കിറ്റോയുടെ നെറ്റ് അടിച്ചേക്കുന്നുണ്ട്, അത്ര ക്ലിയർ അല്ലാത്തത്. അപ്പം കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് റെഡിയാവാൻ എനിക്കിന്ന് ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ റെഡിയായാലേ പറ്റൂ. അതുകൊണ്ട് ഇനി പതുക്കെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പതുക്കെ ബൈബിളൊക്കെ വായിച്ചു. മോൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ അവന് ദിവസം കൊണ്ട് അവന് ഇഷ്ടപ്പെട്ടത് എഗ് ദോശ കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവന് ഉച്ചക്കത്തേക്ക് പാസ്ത, കാരണം അവന് ഇഷ്ടമുള്ള ഫുഡ് അത് രണ്ടും ആയതുകൊണ്ട് ഇന്നത് കഴിച്ചോട്ടെ എന്ന് ഓർത്ത് ഞാനതൊക്കെ ഉണ്ടാക്കി നേരത്തെ വെച്ചു. ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റു. 5 മണിയായപ്പോഴത്തേക്കും. കുറേ നാൾ കൂടി സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇത്രയും നാളും 10 മണിക്കൊക്കെ എണീറ്റിട്ട് എനിക്ക് എഴുന്നേൽക്കുമോ എന്നൊരു പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു, റെഡിയായി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. പിന്നെ സമയം പോവില്ലല്ലോ, അതുകൊണ്ട് ഞാനെല്ലാം പെട്ടെന്നൊക്കെ ചെയ്ത് പിന്നെ അവന് നല്ല ഉറക്കമാണ്. റൂമിൽ നല്ല വെളിച്ചമുണ്ട്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അവനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് സൈഡിൽ ഞാൻ തന്നെ പതുക്കെ റെഡി ആവുകയാണ്. പിന്നെ എല്ലാം മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ട് ഇനി റെഡിയായിട്ട് പോകണം. ഇനി എങ്ങനെയാവും എന്ന് എനിക്ക്, എത്ര പേർക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ ഭയങ്കര സങ്കടമുള്ള ഒരു സമയമാണ്. എനിക്ക് അവനെ വിട്ടിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അവനെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അവൻ ഉറങ്ങുമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവനെ ഇട്ടേച്ച് പോകാൻ വേണ്ടിയിട്ട്. അമ്മയുണ്ട്, അമ്മയുടെ കൂടെ അവൻ ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് അവനെ വിട്ടേച്ച് പോകാനൊരു സങ്കടം. അപ്പോൾ ഇതായിരുന്നു. ഞാൻ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞു. എൻ്റെ മുഖം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ല കേട്ടോ. ആശാൻ പതുക്കെ ഒരു 6:45 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് ചിണങ്ങി അവന് മനസ്സിലായി ഞാൻ റെഡി ആയിട്ടിരുന്നപ്പോൾ എങ്ങോട്ട് പോവാമെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ എൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു, അമ്മയുടെ കൂടെ പോയില്ല. പിന്നെ ഞാൻ അവനെയും കൊണ്ട് താഴോട്ട് പോയി. ഹാളും കിച്ചണൊക്കെ താഴെയാണ്. എന്നിട്ടും പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നു ഇന്ന് ഇറങ്ങിയപ്പോൾ. എനിക്ക് അങ്ങോട്ട് ഭയങ്കര സങ്കടമായിരുന്നു അവനിങ്ങനെ കരയുന്നതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പെട്ടെന്ന് അവനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ കാണാണ്ട് ഞാൻ ഓടി. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് സമയമാകുമ്പോഴത്തേക്കും 6:55 ആയതേ ഉള്ളായിരുന്നു. 7:20 ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തിയാൽ മതി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും പക്ഷേ വെയിലടിക്കുന്ന പോലെ ഉണ്ട്. സമയം ഇപ്പോൾ ഒരു 6:55 7 മണി ആയതേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു 7:20 ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തും. സ്കൂളിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഒരു പ്രൈവസിയുടെ ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് പിന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടും ഒരേ വഴിക്കാണ് കേട്ടോ. പിന്നെ അമ്മ ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു അവൻ ഓക്കെ ആണോ. അപ്പോൾ അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നു. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അവൻ ഓക്കെ ആണല്ലോ, അവൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് കാണുമ്പം നമുക്കൊരു സന്തോഷം. ഫുഡൊക്കെ കഴിച്ച് ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കളിക്കുവാണ്. അപ്പം എനിക്കത് കണ്ടപ്പോൾ പാതി ആശ്വാസമായി. അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ. ഇറങ്ങിയപ്പോൾ ഉള്ള ചെറിയൊരു കരച്ചിലേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളൊരു കറക്റ്റ് ഒരു 3:45 ആയപ്പോഴത്തേക്ക് സ്കൂള് വിട്ടു. അപ്പോൾ ആ ധൃതിയിൽ ഞാൻ വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് ബൈക്കിൽ കയറി ഞങ്ങൾ പോകുന്നു. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു അമ്മയോട് ഞങ്ങൾ വരുന്നുണ്ട്, അവനെ ഇറക്കിക്കൊണ്ട് വരണം. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ. പിന്നെ അവനെ കൊണ്ട് ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അടുത്തുള്ള പാർക്കിലൊക്കെ ഒന്ന് പോയി കളിപ്പിച്ചു. അവനൊരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത്. അവന് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ കാണുന്നതേ ഒരു ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അയ്യോ